ഈ മത്തങ്ങയുടെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് വെള്ളമൊഴിച്ച് പുഴുങ്ങിയെടുക്കണം. വൻപയർ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടു. മത്തങ്ങയും പയറും കൂടി ഒരു കറി വെക്കാൻ എരിശ്ശേരി. മത്തങ്ങ കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി. തെങ്ങ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് കുറച്ച് ഇട്ട് ഇളക്കുന്നു. മത്തങ്ങ വെന്തതിനകത്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. വെള്ളത്തിലിട്ട് കുതിർത്ത വൻപയർ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുഴുകിയെടുക്കുന്നു. പയറിന് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാൻ വെക്കുന്നു. പയർ പുഴുങ്ങിയതിലേക്ക് പുഴുങ്ങി വെച്ചില്ല മത്തങ്ങ ഇടും. ഇതൊന്ന് ചൂടാകുമ്പോൾ തേങ്ങയും ജീരകവും കരച്ച് ചേർക്കും. മത്തങ്ങയും പയറും വെന്തത് നമ്മൾ തിളപ്പിച്ചു. ഇതൊന്ന് മൂടി വെച്ച് അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും മൂടി വെച്ച് തീയെടുത്തിട്ട് ഇത്രയും തേങ്ങ ജീരകം കൂട്ടി അരയ്ക്കാനും ഇത് വറുത്തിടാനും ഉപയോഗിക്കാം. ഇത് മിക്സിയിൽ കുറച്ച് വെള്ളവും ജീരകവും ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നു. തേങ്ങയും ജീരകവും അരച്ച് പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കടുക് വറുത്തിടാം. അരപ്പ് തേങ്ങയിലേക്ക് ചേർക്കുന്നു. കഴുകി വെള്ളം ഒഴിക്കുക. അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങയിട്ട് വറുത്തെടുക്കുന്നു. ഗോൾഡൻ യെല്ലോ കളറാണ് വറുത്തെടുക്കുന്നു. മത്തങ്ങയിൽ അരപ്പ് ചേർത്തു തിളച്ചു. തീ എടുത്തിട്ട് തേങ്ങ വറുത്തതും ഉള്ളി വറുത്തതും ഒക്കെ ഇടാം. ഉടച്ചെടുക്കും മത്തങ്ങ. തേങ്ങ മൂത്തുകൊണ്ടിരിക്കുന്നു. തേങ്ങ മൂത്തു ഗോൾഡൻ യെല്ലോ കളറായി. ഇനി ഇതിലേക്ക് കോരിയിടുന്നു. മത്തങ്ങ കറിയിലേക്ക് കോരി തിളച്ചിട്ട് ഇതിലേക്ക് ഇനി തേങ്ങ വറുത്തിട്ടു ഇളക്കി ഉള്ളി, മുളകും, കറിവേപ്പില അങ്ങനെ വറുത്തിടുന്നു. ഉള്ളി മുട്ടിച്ചിട്ട് കറിയിലേക്ക് കോരിയിടും. പയറും മത്തങ്ങയും എരിശ്ശേരി വെക്കും. ഉള്ളി കറിവേപ്പിലൊക്കെ മാത്രമേ ഇത് കറിയിലേക്ക് കാണിക്കുന്നു. മത്തങ്ങ പയർ എരിശ്ശേരി. വൻപയർ മത്തങ്ങ എരിശ്ശേരി വെച്ചു.